അത് പാർട്ട് 3 ആണ്. എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് എടുക്കാൻ ഞാൻ ചോറിച്ചാൻ പോയതായിരുന്നു. അപ്പം ഞാൻ ആ റൂമില്ല പെട്ടത്. ഞാൻ വിചാരിച്ച് ഇവിടെ നിൽക്കാന്ന്. അപ്പം ഗോയ്സ് ഇത് ഞാനൊരു കാര്യം പറയട്ടെ. ഇനി നമുക്ക് എത്ര പിസ്ത തോടുണ്ടറിയോ? 1 2 3 4 5 6 7 8 9 9 പിസ്ത തോടും നമുക്ക് ഇടിച്ചെടുക്കണോ? എത്ര നേരമായി നമ്മൾ ഞാനേ ശരിക്കും എനിക്ക് ഇതൊരു ലൈവായി കിട്ടാലും മതി കേട്ടോ ഗൈസ്. പക്ഷേ ലൈവ് ഇടണ്ടേ? ലൈവ് അങ്ങനെ ഇടുക ഒന്ന് പറഞ്ഞല്ലോ. പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ലട്ടാ. നമുക്ക് തൊങ്ങലുണ്ട്. തൊങ്ങേ എന്താ ഇത്? അമ്മനെ ഈ പണിയാൻ തൊങ്ങാലോ? തുടങ്ങി തന്നെയാണേ. എന്താ മനസ്സിലായിട്ടില്ല ഗൈസ്. എൻ്റെ അനിയത്തിക്ക് അപ്പം ഇന്നേതാ പരീക്ഷ? ഞങ്ങൾക്ക് ഇന്ന് ഹിന്ദുക്കളില്ലാത്തൊരു പരീക്ഷയാണ്. നിങ്ങൾക്ക് അറിയില്ലേ? ഏതാ അറബി ആയിരുന്നു ഗൈസ്. എന്ന് തത്ത പറയുന്നോട് തൊട്ടിക്കണേ. ഗൈസ് ഇത് കഴിയാനായിട്ടോ. അപ്പം നമ്മൾ ഈ പരിപാടി ഇന്നത്തോടെ കഴിച്ചണം എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, ഇന്നത്തോടെ കഴിച്ചത്. ഇത് നാളേക്കുള്ള പരിപാടിയാണ്. നാളെ ഒട്ടിച്ചേണ്ട ഒരു സാധനമാണ്. പക്ഷേ കേട്ടോ. അപ്പം നാളെ എന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ്, ഞങ്ങളെ ഉദ്ഘാടന ദിവസമാണ്. അപ്പം അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ ക്രാഫ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പിസ്താത്തോട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇത്. ഈ ഒരു ഐസ്ക്രീം ബോളും പിസ്താത്തോടും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒന്ന് ഈ സംഭവം അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനത്തെ. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര നമുക്ക് ഇനി ഇവിടെ ഒട്ടിക്കണം. ഇത് നമ്മൾ കൊട്ടൊക്കെ പോയിട്ട് ഷാട്ടോ. ഇതെന്താ വിളിച്ചത്? അങ്ങനെ വിളിക്കാൻ പാടില്ല. ഇന്നെ പറ്റിച്ചിട്ട മതിഫിനും. അപ്പം ഗായ്സ് നമ്മളിത് റെഡിയായി ഗായ്സ്. നമുക്കിത് ഒട്ടിച്ച് കഴിഞ്ഞു ഗായ്സ്. ഇത് ഉണങ്ങിക്കോട്ടെ. അതോടെ നമുക്ക് വേറെ പണിയുണ്ട്. അതിന് ഒട്ടിച്ചിടുന്നില്ല. ഇമ്മേ കളറ് പോകും ഗായ്സ്. ഞാനിങ്ങനെ ഇതിൽ രണ്ടൊരു ഓട്ട കുത്തണം. ഇവിടെ ഒരോട്ട കുത്തണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പെണ്ണ് വെച്ച് ഓട്ട കുത്തിയാലോ? അയ്യോ നോക്കണം. ഓ നല്ല സുഖം. ഒരു നല്ല ഓട്ട കുത്തണം കേട്ടോ. അപ്പം ഞാൻ ഇത് ഓട്ട കുത്തിയിട്ട് വരാം ഗായ്സ്. ഞാനിപ്പോൾ ഓട്ട കുത്തി പടകോലോട് കുത്തിയപ്പോൾ ഇങ്ങനെ വലിയൊരു ഓട്ടായി കിട്ടി കഴിയും. നമുക്ക് ചെറുതാട്ടോ, പക്ഷെ കാണൂല കേട്ടോ. അത്രക്ക് കാണൂല. അത്രയും വലിയ നമ്മൾ ആ ഒട്ടിച്ചാൽ നോക്കിയ നൂലില്ലേ അതെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കാന്നറിയില്ല. ഞാൻ എന്നെ കണ്ടുപിടിച്ചൊരു ക്രാഫ്റ്റാട്ടോ. ഇനി ഞാനെന്നെ ഇത് ഒറ്റക്ക് യൂട്യൂബിൽ നോക്കാതെ ഉണ്ടാക്കിയാണ്ട് ക്രാഫ്റ്റ് ചെയ്തതാണ്. ഇനി ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇനി ഇതെന്താ കേട്ടണ്ടേ? നിങ്ങൾക്കറിയാം. ഞാൻ അത് പറയല്ലേ. പിന്നെ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയലോ ഇത് ഇങ്ങനെ ഇത് ചോദ്യം ഇതിൽ എത്ര ആൾക്കാരുണ്ട് അങ്ങനെ ചോദിച്ചു ലാസ്റ്റ് ഓലെ തന്നെ പറഞ്ഞുതരൂലേ? അങ്ങനെ അല്ലെങ്കിൽ ഓല് എങ്ങനെ ആട്ടുക എനിക്ക് ഞാൻ പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ മുടി വളർത്തിയേ ഇങ്ങനെ ഇപ്പോൾ മറന്ന് ഫസ്റ്റ് ഓല് പറഞ്ഞിട്ട് അതേ കമൻറ്റ്
ഇടുകയാണെന്നാ തോന്നുന്നത്. ചിലവര് കമന്റ് ഇട്ടോലത്ത് നോക്കിയിടുക, അങ്ങനെയൊക്കെയാണ് ചെയ്യണത് തോന്നുന്നുണ്ട്. എന്താ എൻ്റെ അലിയ കാട്ടിച്ചത്? ഇത് നമുക്ക് എവിടെയെങ്കിലും തൂക്കിടാൻ പറ്റും കേട്ടോ. ഈ അടപ്പിന്റെ 2 ഭാഗത്താണെങ്കിൽ എന്താക്കാമെന്ന് പൈസ ശരി. ഇപ്പോള് ഇത് ഇത്ര ആക്കിക്കണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വരാം. ബൈ ബൈ.